വിജ്ഞാനമയ കോശത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഒരുവൻ മനസ്സിലാക്കുന്നത് ഈ ലോകം അതിനിസ്സാരമാണെന്ന്. അങ്ങനെ അതിനിസ്സാരമാണെന്ന് കണ്ടറിഞ്ഞ് ധർമ്മത്തെ മുറുകെ പിടിച്ച് സ്വന്തം ആത്മബുദ്ധിയുടെ ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ബുദ്ധിമാന്മാർ, അവരെയാണ് ഭാരതം ബുദ്ധിമാന്മാർ എന്ന് വിളിക്കുന്നത്. അല്ലാതെ കുറെ ശബ്ദങ്ങൾ കാണാതെ പഠിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവനെ നമ്മൾ ബുദ്ധിമാൻ എന്ന് പറയും. 1:30 വാച്ച് നോക്കാതെ ഒരുത്തൻ സമയം പറഞ്ഞാൽ അവൻ ബുദ്ധിമാനാകും. അവനൊന്നും ബുദ്ധിമാനല്ല, അതിനൊന്നും ബുദ്ധി വേണ്ട. ബുദ്ധി ഒരുവൻ അവന്റെ വിജ്ഞാനമയ കോശത്തിൽ സദാ സർവദാ നിലനിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതാണ് ആ ലോകം. ഈ വ്യത്യസ്ത ലോകങ്ങൾ എന്ന് പറയുന്നതാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന വ്യത്യസ്ത ലോകങ്ങളിലാണ് പറഞ്ഞാൽ അതാണ്. ഓരോരുത്തരും ജീവിക്കുന്ന ലോകം ഓരോന്നാണ്. അതിൽ ഏതൊരുവനാണോ അവന്റെ വിജ്ഞാനമയത്തിൽ വിശേഷേണ ഭവിച്ച ജ്ഞാനത്തിന്റെ ലോകങ്ങളിൽ അവൻ സദാ സർവദാ ജീവിക്കുന്നത്, അപ്പോ അവനിത് വേർതിരിച്ചറിയാൻ കഴിയും. അവൻ അതിനെ വേർതിരിക്കാനുള്ള വിവേകവും വൈരാഗ്യവും ശമാധി ഷഡ്ക സമ്പത്തിയും മുമുക്ഷുത്വവും ഉണ്ടാവും. അതാണ് അധികാരിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അല്ലാതെ വേദങ്ങളോ ശാസ്ത്രങ്ങളോ മുഴുവൻ പഠിച്ചതുകൊണ്ടായില്ലെന്ന് ശങ്കരൻ തന്നെ പറയും. ബ്രഹ്മസൂത്രത്തിന്റെ ആദ്യത്തെ സൂത്രത്തിൽ വേണമെങ്കിൽ ശങ്കരന് പറയാമായിരുന്നു ശൂദ്രനത് കിട്ടില്ല. കാരണം അവിടെ സ്പഷ്ടമായി അധശബ്ദത്തിന് ആനന്ദരീയം എന്ന അർത്ഥമുണ്ട്. ആൽബർട്ട് സ്വൈറ്റ്സറും രാമാനുജാചാര്യനും മാധ്വാചാര്യനും ഒക്കെ അഭിപ്രായക്കാരുമാണ്. ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതുമ്പോൾ രാമാനുജൻ ആനന്ദരീയം എന്ന അർത്ഥത്തിന് മുറുക്ക പിടിക്കുന്നുണ്ട്, ആൽബർട്ട് സ്വൈറ്റ്സർ മുറുക്ക പിടിക്കുന്നുണ്ട്. ശങ്കരന്റെ വേദാന്തത്തിനും ശങ്കരന്റെ ചിന്തയ്ക്കും ധർമ്മബോധമില്ല എന്ന് ആൽബർട്ട് സ്വൈറ്റ്സർ കളിയാക്കുന്നു വരെയുണ്ട്. അതിന് കാരണം ഇതാണ്, ശങ്കരൻ ആനന്ദരീയം എന്ന അർത്ഥം സ്വീകരിക്കുന്നില്ല അധശബ്ദത്തിന്. അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന ആദ്യ സൂത്രത്തിന് അധശബ്ദത്തിന് അർത്ഥം പറയുമ്പോൾ പിന്നീട് അതിനുശേഷം അനന്തരം ഏതിനെ തുടർന്ന് ധർമ്മജിജ്ഞാസ അനന്തരം ബ്രഹ്മജിജ്ഞാസ, ധർമ്മജിജ്ഞാസ ഉണ്ടായി കഴിഞ്ഞിട്ട് ബ്രഹ്മജിജ്ഞാസ, ധർമ്മജിജ്ഞാസ വേദവൈദിക സംസ്കൃതി മുഴുവൻ പഠിച്ചിട്ട് എന്ന് സ്പഷ്ടമായി അവിടെ എഴുതാം. ശങ്കരൻ എഴുതിയില്ല. ശങ്കരൻ അവിടെ പറഞ്ഞത് വിവേകം, വൈരാഗ്യം, സമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം എന്ന സാധനാചതുഷ്ടയ സമ്പന്നനായിട്ട് അതിന് വേദം പഠിക്കണമെന്നില്ല. ഗൃഹസ്ഥനാവണ്ട, ബ്രഹ്മചാരിയാവണ്ട, ഒന്നും ആകണ്ട. കാരണം നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് വരുന്നത് അപ്പോൾ വിവേകം ഉണ്ടാവണം. അത് ഏത് ജാതിക്കാരനും ഉണ്ടാകാം. അതിന് ജാതി മതമൊന്നുമില്ല വിവേകം വരാൻ. വിവേകം എന്ന് പറയുന്ന സാധനം നമ്മളീ കാണുന്നൊന്നും അല്ല വിവേകം. ഒരുത്തൻ തെങ്ങേ കയറാൻ നേരത്തൊരു തിളാപ്പുണ്ടാക്കി, കവുങ്ങ കയറാൻ നേരത്ത് വേറെ തിളാപ്പുണ്ടാക്കി, അവന് വിവേകം ഉണ്ടെന്ന് നമ്മൾ പറയും അല്ലേ? അതല്ല വിവേകം. ഒരുത്തൻ കയറി വന്ന ഒരാളെ കണ്ടപ്പോ അത് വേറൊരു ജാതിക്കാരനാന്ന് പറഞ്ഞൊരു കസേര കൊടുത്തു, മറ്റൊരു ജാതിക്കാരനാന്ന് പറഞ്ഞ് വേറെ കസേര കൊടുത്തു, വിവേകം ഉണ്ടെന്ന് പറയും. വകതിരു എന്നല്ലേ പറയും അല്ലേ? ഇത് വിവേകമുള്ള മനുഷ്യൻ. എന്നെ കണ്ടതും കസേര മാറ്റിയിട്ടിരുത്തി, അതുകൊണ്ട് വിവേകമുണ്ട്, അങ്ങനെ നമ്മളൊക്കെ പറയാം. ഞാനും കേറിച്ചെന്നേ നല്ല വിവേകമുള്ളയാൾ. എന്നെ മനസ്സിലായി, ഞാൻ പറയാതെ തന്നെ എന്റെ സ്ഥാനമാനങ്ങളും മനസ്സിലായി. അതുകൊണ്ട് എനിക്കൊരു കസേരയൊക്കെ എടുത്തു വന്ന് ഇരുത്തി, എന്നെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹം ഇരുന്ന കസേരയിലേക്ക് ഇരുത്തി. മോശക്കാരനാ? അതുകൊണ്ട് വിവേകമുണ്ട്. അതൊന്നും വിവേക ലക്ഷണമല്ല. യാതൊരുവനാണോ നിത്യവും അനിത്യവും തിരിച്ചറിയുന്നത് അവനാണ് വിവേകി. ഇത് അനിത്യം, ഇത് നിത്യമെന്ന് തിരിച്ചറിയണം. അതാണ് വിവേകം. ഈ ലോകത്തിലാകട്ടെ പരലോകത്തിലാകട്ടെ യാതൊന്നിലും ആഗ്രഹമില്ലാതിരിക്കണം. അതാണ് വൈരാഗ്യം. പരലോക സുഖങ്ങൾ തേടുന്നുണ്ട് മനുഷ്യൻ, ഇല്ലേ? അതിന്റെ ഭാഗമായിട്ടാണല്ലോ മാഷ് മുമ്പ് ചോദിച്ച ജ്യോതിഷം എങ്ങനെ ഉണ്ടെന്ന്.
അല്ലേ? കാരണം പിണ്ടോദകാദി ക്രിയകളൊക്കെ ഇതിനോടനുബന്ധിച്ചാണല്ലോ കിടക്കുന്നത്. അതെ, ഞാനതിന്റെ ഭംഗിയുള്ള ഭാഗം പറഞ്ഞതാണ്. കാരണം അതിലാണല്ലോ ഇതെല്ലാം കിടക്കുന്നത് അല്ലേ? അച്ഛനെ സൂര്യരശ്മിയുടെ കൂടെ കയറ്റിവിടുന്നില്ലേ അല്ലേ? അച്ഛനെ കയറ്റിവിടാൻ വേണ്ടിയല്ലേ ഈ അഗ്നി ജ്വലിപ്പിക്കുന്നത് അല്ലേ? ആ, ദർശവും പൗർണമാസവും ഒക്കെ അനുഷ്ഠിക്കുന്ന എന്തിനാ? അഗ്രഹണം, അതിഥി പൂജനം, ചാതുർമാസ്യം, ഇതൊക്കെ യാജ്ഞികൻ അനുവർത്തിക്കണമെന്നുണ്ട്. കാളി, കരാളി, മനോജവ, സ്ഫുലിംഗിനി, വിശ്വരുചി ഒക്കെ ആകുന്ന നാവുകളോട് കൂടി അഗ്നി വരൂ വരൂ വത്സ എന്ന് വിളിച്ചുകൊണ്ട് സൂര്യരശ്മിയുടെ ഇതിലൂടെ കടന്ന് സപ്ത ലോകങ്ങളെയും കുട്ടി കൊണ്ടുപോകും. അങ്ങനെയാണ് ബ്രഹ്മലോകങ്ങളിൽ നമ്മൾ വർത്തിക്കുന്നത്, പിതൃലോകങ്ങളിൽ നമ്മൾ വർത്തിക്കുന്നത്. പിന്നെ പോകുന്നു കാണിച്ചേരിയില്ലേ പിതൃലോകത്തിലേക്ക്. ഇപ്പൊ എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പാവം കാർന്നവർ അലഞ്ഞു തിരിഞ്ഞാലും കിടക്കപ്പുറതി ഇല്ലാത്തത് കോഴിക്കാണ് അല്ലേ? നിങ്ങളുടെ നാട്ടിലുള്ള കോഴിക്കല്ലേ കിടക്കപ്പുറതി ഇല്ലാത്തത്? ഇതിനല്ലേ വലിച്ചു കയറി മുകളിൽ കൂടെ എറിയുന്നത് അല്ലേ? അതിനൊരു ചടങ്ങില്ലേ ഇല്ലേ? അത് ഇതൊക്കെ എന്റെ നാട്ടിലേ ഉള്ളൂ. നിങ്ങളാരും ഈ ചടങ്ങ് നോക്കിയിട്ടില്ല? അകനാളെന്നോ മറ്റു പറയുന്നു. കണ്ടില്ലേ? പക്ഷെ നമ്മുടെ കാർന്നോര് സ്വർഗത്തിലെത്താതിരുന്ന പാവം കോഴിക്ക് കിടക്ക പോകുന്നില്ല. എന്നാലോചിക്കുന്നുണ്ട്. കോഴിയപ്പോ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കുന്നുണ്ടാവും അടുത്ത ജന്മത്തിൽ ഞാന് ഇവനെ പോലെയും ഇവനൊരു കോഴിയുമായിട്ട് അല്ലേ കൊണ്ടുപോവുക. ജീവനോടെ കൊണ്ടോ മുട്ടയും കൂടെ കിട്ടുമല്ലോ. പണ്ട് കാലത്ത് മാംസമേ കിട്ടുള്ളായിരുന്നു, മുട്ടയും കൂടെ കിട്ടും അല്ലേ? കോംപ്രമൈസ് ഒക്കെ വന്നിട്ടുണ്ട്. കോഴിക്ക് പകരമൊന്നും വരുന്ന പരിപാടിയായിട്ടില്ല. കൊടുക്കാം മാഷ്, കൊടുക്കാം. 4 മണി വരെ അല്ലെങ്കിലും ഉള്ളൂ. സുഖമില്ലായ്മയായിട്ട് അതിന് ബന്ധമില്ല. എനിക്ക് നല്ല സുഖമാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഇത് തന്നെ സുഖക്കുറവൊന്നുമില്ല. മാഷ് അതേപ്പറ്റി പേടിക്കണ്ട. ഏതായാലും ഇതിനേക്കാൾ സുഖമുള്ളതൊന്നും ഈ പുറത്തിറങ്ങിയാലും കിട്ടും. അതൊന്നും പേടിക്കണ്ട. അപ്പോ പ്രേയസിന്റെയും ശ്രേയസിന്റെയും 2 ലോകങ്ങളാണ്. അതില് ധീരനായവൻ രണ്ടിനെയും വ്യവച്ഛേദിച്ചിട്ട്, അതാണ് അവിടെയാണ് വിവേകം. അവൻ നിത്യവും അനിത്യവും നോക്കും. നിത്യ അനിത്യ വസ്തു വിവേക പരിഗണ്യത. നിത്യവസ്തുവേത്, അനിത്യവസ്തുവേത്. ശങ്കരൻ വിവേക ചൂടാമണിയിലും ഇത് പറയും. വൈരാഗ്യം ഇഹ അമുത്ര ബലഭോഗ വിരാഗത. ഈ ലോകത്തിലോ പരലോകത്തിലോ ഉള്ള ഒന്നും വേണ്ട എന്നുള്ളതാണ് വൈരാഗ്യം. 2ലും ആഗ്രഹമില്ല. പരലോകത്ത് വല്ലതും തരാമെന്ന് പറഞ്ഞാൽ എടാ നിങ്ങൾക്കായിട്ടിരിക്കണം എന്ന് പറയും. കാരണം പുണ്യം ചെയ്യിക്കുമെങ്കിൽ അവളോട് വരണം. കുറെ കാശൊക്കെ ഉണ്ടാക്കി തീർത്ഥാടനത്തിന് പോകുന്ന പോലെയാണ്. കാശ് തീരുമ്പോൾ പിന്നെയും പഴയ സ്ഥലത്ത് തന്നെയാണ്. അതിനേക്കാൾ നല്ലത് നേരത്തെ താമസിച്ചിടത്ത് അങ്ങ് താമസിച്ചു. കാശ് തീരുന്നവരെയുള്ള കളിയൊക്കെ ഉള്ളൂ. ഇവിടുന്ന് ഉള്ള ഇന്ത്യൻ റുപ്പീസ് മാറ്റി എക്സ്ചേഞ്ചിലെടുത്ത് ഡോളറുമാക്കി അമേരിക്കയ്ക്ക് പോയാൽ കാശ് തീരുമ്പം പിന്നെ അവിടെ നിൽക്കാൻ നോക്കത്തില്ല. പിന്നെ ഇങ്ങനെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ ഈ സ്വർഗ്ഗലോകത്ത് പോയാലും ഉണ്ടാക്കിയ പുണ്യം തീർന്നാൽ ഉടനെ യഹോവ അവിടുന്ന് ചവിട്ടി താഴോട്ടാക്കും അല്ലേ? പിന്നെ യഹോവ തന്നെ ചിന്തിക്കും വിടണ്ടായിരുന്നു മനുഷ്യനെ അല്ലേ?
അങ്ങനെയാ പറയുന്നത്. യഹോവയ്ക്ക് തന്നെ പിന്നെ തോന്നും, കാരണം ഇവനെ പറഞ്ഞു വിടണ്ടായിരുന്നു. കാരണം ഇവൻ ഭൂമിയിൽ ഉണ്ടാക്കി വെക്കുന്ന കൊസ്രാക്കൊള്ളിയോ കൂടെ കാണുമ്പോൾ തിരുവനന്തപുരം ഇവിടെ ആണെങ്കിലും ഒന്നും അല്ലെങ്കിൽ നോക്കാൻ ഞാനെങ്കിലും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് കാരണം ഇവൻ താഴെ വന്നിട്ട് യഹോവയെ തിളയ്ക്കാൻ വല്ല പണിയുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ശ്രേയസിന്റെയും പ്രേയസിന്റെയും രണ്ട് ലോകമുണ്ട്. അപ്പോ മനുഷ്യർ ഒരുപോലെ ശ്രേയസ്സും പ്രേയസ്സും പ്രാപിക്കുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ നല്ലവണ്ണം ആലോചിച്ചവയെ വേർതിരിച്ചറിയുന്നു. ധീരൻ പ്രേയസിനേക്കാൾ ശ്രേഷ്ഠമെന്നറിഞ്ഞ് ശ്രേയസിനെ തന്നെ സ്വീകരിക്കുന്നു. മൂഢബുദ്ധികളാകട്ടെ ലൗകിക കാര്യങ്ങളിലൂടെ ആഗ്രഹ നിമിത്തം പ്രേയസിനെ സ്വീകരിക്കുന്നു. അർജുനനും അത് തന്നെയാണ് ഇത്. അർജുനന് വ്യവച്ഛേദിക്കാനുള്ള കഴിവ് കൃഷ്ണൻ നൽകി. ശ്രേയസ്സും പ്രേയസ്സും അവിടെ ചർച്ചാ വിഷയം. പക്ഷെ അവസാന അർജുനൻ നല്ലവണ്ണം അപഗ്രഥിച്ച് ശ്രേയസ്സിനെ സ്വീകരിക്കുമെന്ന് തോന്നിപ്പിച്ചിട്ട് പ്രേയസ്സിനെ സ്വീകരിച്ചു. അതുകൊണ്ട് ജീവിതം ദുഃഖമായി. ഈ ഉപനിഷത്തിന്റെ ഈ ശ്ലോകത്തിന്റെ ചിന്തിതമായ ഒരു അഭിപ്രായമാണ് ഗീത എന്ന് വേണമെങ്കിൽ അതുകൊണ്ട് പറയാം. സുചിന്തിതമായ ശ്രേയസ് സ്വീകരിക്കത്തക്ക വിധത്തില ചർച്ചയൊക്കെ. സ്വീകരിച്ചതോ പ്രേയസ്. സ്പഷ്ടമായി പ്രേയസിനെ സ്വീകരിച്ച് യുദ്ധവും രാജ്യത്തിലുള്ള ആഗ്രഹവും അവസാനം നിത്യദുഃഖവും, അതാണ് അർജുനൻ നേടിയത്. അപ്പൊ അതുപോലെ വരാതിരിക്കണമെങ്കിൽ ശ്രേയസിന്റെ ലോകത്തെ തന്നെ പ്രാപിക്കേണ്ടതാണ്. അപ്പൊ യമൻ നചികേതസിനോട് പറയുമ്പോൾ, അല്ലയോ നചികേതസെ, ജീവിതായോധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള മനുഷ്യന് ആനന്ദത്തിനായിക്കൊണ്ട് രണ്ട് വഴികള് ഉണ്ട്. ഒന്ന് ശ്രേയോ മാർഗം, രണ്ട് പ്രയോ മാർഗം. ബുദ്ധിമാനായവൻ നല്ല പോലെ വ്യവച്ഛേദിച്ച് ശ്രേയോ മാർഗത്തെ, ശ്രേയസിനെ വരിക്കുന്നു. മന്ദബുദ്ധിയായവൻ ശ്രേയസിനെ തള്ളിക്കളഞ്ഞിട്ട് പ്രേയസിനെ ലോകക്ഷേമം പറഞ്ഞ്, അങ്ങനെയും കൂടി ഇവിടെ ഒരു പദമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? യോഗക്ഷേമത്തിലുള്ള ആഗ്രഹം നിമിത്തം ഇത് സ്വീകരിക്കുന്നവനൊക്കെ പറയുന്നത് അങ്ങനെയാണ്. വള്ളത്തോളിന്റെ പ്രസിദ്ധമായൊരു പദ്യം തന്നെ അങ്ങനെയുണ്ട്. അതായത് തൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ താനൊറ്റയ്ക്ക് പദം കൊതിക്കും തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം. വള്ളത്തോളിന്റെ പ്രസിദ്ധമായൊരു പദ്യം തന്നെയുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും ശരിയല്ലേ ഈ പറഞ്ഞത്. അതാണ് ഈ ചാരു വാക്കിന്റെ പ്രത്യേകത. ഇതാണ് ചർവാക മതം എന്നാണ് എന്നെ പറയാ. നമ്മളൊക്കെ ഈ ലോകം ഇങ്ങനെ ആയതിലുള്ള വിഷമം നിമിത്തമാണ് ഈ കൊസ്രാക്കൊള്ളിക്കൊക്കെ ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്നത്. ഈ ലോകം മോശമായതിന്റെ പേരിലാണ് ഈ ലോകത്ത് എല്ലാം മനുഷ്യൻ കാണിക്കുന്നതെന്നാണ് വരുന്നത്. എല്ലാത്തിനും ന്യായം അതാണ്. ഞാനും നിങ്ങളും കാണിക്കുന്നവ അത്രയും ലോകക്ഷേമത്തിന് വേണ്ടിയാണ്. നമ്മുടെ പ്രാരബ്ധം കൊണ്ടല്ല, നമുക്കിഷ്ടമുണ്ടായിട്ടല്ല. ലോകം നമ്മളോട് അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ നമ്മൾ കഷ്ടപ്പെടുക. ഒരു പ്രതിബദ്ധതയും കൊണ്ടല്ല, നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചു പറഞ്ഞ പോലെയാണ്. ഒരു സ്വാമിയെ വിളിച്ചു. സ്വാമി എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിന്റെ ന്യായത്തെ പറ്റി വല്ലതും പറയാനുണ്ടോ? അപ്പൊ സ്വാമിയാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് മത്സ്യമൊക്കെ കൂട്ടും. കാരണം രാമകൃഷ്ണദേവൻ കൂട്ടുമല്ലോ. രാമകൃഷ്ണദേവൻ കൂട്ടിയോണ്ടാണ് അമ്മ കൂട്ടുന്നത്. ഇല്ലായിരുന്നെങ്കിൽ അമ്മ വെജിറ്റേറിയൻ ആയിട്ടിരിക്കുമായിരുന്നു. അവൻ മെല്ലെ ചിരിക്കാൻ തുടങ്ങി. ഈ ഫോണിൽ കേട്ട ആ സ്വാമി ഒരു ചെറിയ തോതിലൊരു വ്യംഗ്യമായി ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, അല്ല അങ്ങനെ പറഞ്ഞ് ഞങ്ങളങ്ങ് കൂട്ടുകയാണ്. രണ്ടാമത് ആ ചിരിയുടെ അർത്ഥം ചെറുതായിട്ട് കൊണ്ടുവന്ന് തോന്നിയപ്പോൾ എന്ന് പറഞ്ഞ പോലെ നാം എല്ലാം ലോകക്ഷേമ കാംക്ഷികളായതുകൊണ്ട് അതിൻ്റെ പേരിലാണ് ഇതെല്ലാം കാണിച്ചു.
അല്ലാതെ നമുക്കിതുമായിട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടോ? ലോകം ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രേയസിന്റെ ലോകത്ത് പോകുന്നവരെല്ലാം അതിനടിവരയിട്ട് പറയുന്ന സാധനം ലോകക്ഷേമത്തിന്. നിങ്ങളുടെ MLA മാരും നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റന്മാരും നിങ്ങളുടെ മന്ത്രിമാരും ഇവരൊക്കെ ലോകക്ഷേമത്തിന് ഇറങ്ങി തിരിച്ചതാണ്. അവർക്കൊന്നിനും വേണ്ടിയല്ല. അവർക്ക് അതിൽ നിന്നൊന്നും ഒരു ലാഭവും ഇല്ലതാണ്. പച്ച പരമാർത്ഥികളാണ്. സ്വാമിമാര് ഞാൻ ഉൾപ്പെടെ എല്ലാരും തന്നെ മിക്കവാറും സന്യസിച്ചത് ലോകസംഗ്രഹാർത്ഥമാണ്. അപ്പൊ ഇങ്ങനെ ലോകസംഗ്രഹം നടന്ന് ലോകം ഈ പരുവത്തിലെത്തി. ആരും അവനവന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ശ്രേയസിന്റെ ലോകത്ത് അതല്ല. ആ പ്രേയസ് പറയുമ്പോ യോഗക്ഷേമാ, യോഗവും ക്ഷേമവും കാരണമായി എന്നർത്ഥം. വീണ്ടും നല്ലതും കഴിച്ചു കഴിഞ്ഞിട്ടായിക്കോട്ടെ, അതല്ലേ നല്ലത്. ഒന്ന് സ്പീഡിൽ കൊടുത്തരും കേട്ടോ, ഒരല്പം സ്പീഡിൽ കൊടുത്തരും. ഉപനിഷത്തുകൾ പറഞ്ഞിരിക്കെ പ്രസിദ്ധമായ അർത്ഥം കിടക്കെ അത് പുരുഷാർത്ഥവുമാണെന്ന അർത്ഥം യോജിക്കില്ല. കാരണം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട സാധനങ്ങളിൽ ധനം പെടുന്നില്ല. ചോദ്യം ധനം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. മണി ഓർ കൈൻസ്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ എങ്ങനെ നടന്നാലും കഴിച്ചിരിക്കും. എത്ര ധനം ഉണ്ടാക്കിയാലും അതിൽ കൂടുതൽ കഴിക്കില്ല. ധനമില്ലെങ്കിലും കഴിക്കും. ഞാനിന്ന് ഉച്ചയ്ക്ക് ഒരു ധനനെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം തരുന്നു. എൻ്റെ ഈ ധനം ഉണ്ടായിട്ട് എന്താ കാര്യം ചെയ്യുന്നു? എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? സ്വാമിയായോണ്ടല്ല. ഇന്നാണ് എന്നെ സ്വാമിയായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടത്. നിങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാനിങ്ങനെ തന്നെയാണത്. നിങ്ങൾ പയ്യന്നൂക്കാർ പരിചയപ്പെടുന്നതിന് മുമ്പും ഞാനിങ്ങനെ തന്നെയാണത്. അന്നും ഇതിന് മുട്ടു വന്നിട്ടില്ല. എന്നാൽ സ്വാമി ആയതുകൊണ്ടാണെങ്കിൽ ഇവിടെ വരുന്ന എല്ലാ സ്വാമിമാരെയും നിങ്ങൾ വിളിച്ചുകൊണ്ടുപോയി കൊടുക്കുമോ? ദാനെ ദാനെ മേ ലിഖാ ഹേ ഗാനെ വാലെ കാ നാം. അത് മായ്ക്കാനാവില്ല. മനസ്സിലായില്ല? ഓരോ ധാന്യത്തിലും കൊത്തി വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് അത് തിന്നാനുള്ളവന്റെ പേര്. അവനെ തിന്നാൻ പറ്റും, മറ്റൊരുത്തം തിന്നിയല്ല. എനിക്കുള്ള ഒരു ഭക്ഷണവും താൻ കട്ടെടുക്കില്ല. കാരണം അത് എനിക്കുള്ളത് മാത്രമാണ്. തനിക്കുള്ളതൊന്നും വേറൊരാൾക്ക് കട്ടെടുക്കാൻ പറ്റില്ല. എന്റെ ഭക്ഷണം വേറൊരുത്തനെടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം എൻ്റെ അല്ല, അവൻ്റെയാണ്. പട്ടിണി ഉണ്ടാവില്ല. പട്ടിണി ഉണ്ടാക്കുന്നതാണ്, പട്ടിണി ഉള്ളതല്ല. പട്ടിണിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ കഴിച്ചാൽ മാത്രം പോരാ, മറ്റവൻ കഴിക്കാതിരിക്കുക കൂടെ വേണമെന്നുള്ള നിർബന്ധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതിപ്പോ ജലലതയോട് പോയി ചോദിച്ചാൽ പറഞ്ഞുതരും. അതിന്റെ സിദ്ധാന്തം അവർക്ക് അറിയാം ഇപ്പൊ നന്നായിട്ട്. മുമ്പ് മറ്റവൻ അറിയായിരുന്നു. മനസ്സിലായില്ല? രണ്ടും പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ അറിയലേ ഞാൻ അയാളുടെ കൂടെയാണ്. ശാസ്ത്രത്തിന് ആരോടും പ്രത്യേകിച്ച് കോംപ്രമൈസ് ഒന്നുമില്ല. അല്ല,
പട്ടിണി ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും പട്ടിണിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കുകയില്ല. തീർച്ചയായും തീർച്ചയായും. ആദിവാസിയെന്നോ പൂർവവാസിയെന്നോ ഇതിന് വ്യത്യാസമില്ല. അതെ, ഈ സാധനം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, കഴിക്കാനൊരു യോഗവും വേണം. വേണ്ടേ? വിളിച്ച് 3 പ്രാവശ്യം വിളിക്കുമ്പോൾ ഭക്ഷണം വേണ്ട, അവസാനം നിർബന്ധിച്ച് വിളിച്ചാൽ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒടുവിലവൻ ശല്യം തീർക്കാൻ വേണ്ടി ചോദിച്ചു മോരുണ്ടോന്ന്. മോരുണ്ടെങ്കിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ്. അപ്പൊ അതും ഇല്ല എന്നാ പറഞ്ഞു. എന്നാ ഉണ്ടേക്കാവെന്ന് പറയുന്നതിനേക്കാ ഭേദം നേരത്തെ ആദ്യം കയറി ഉണ്ണല്ലേ. ആ 100% നമുക്ക് സമ്മതമാണ്. അതുകൊണ്ട് വ്യക്തിക്ക് രജോ ഗുണമുള്ളതിന്റെ പേരിൽ ഒരാചാര്യൻ ഒരു ലോകത്തെ മുഴുവൻ കൊല്ലാനുള്ള ഹിംസ ഉപദേശിക്കില്ല. വാസനാക്ഷയം വരുത്താൻ, ഒരുത്തന്റെ വാസനാക്ഷയം വരുത്താൻ ബാക്കിയുള്ളവരെ കൊന്നു വാസനാക്ഷയം വരുത്തുകയല്ല, പാടത്തിറങ്ങി പണിയെടുത്ത്. 3-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. ഒരുവന് രാജസപ്രധാനമായ ഗുണങ്ങളുണ്ടെങ്കിൽ ആ രാജസപ്രധാനങ്ങളായ ഗുണങ്ങൾ കൊന്നല്ല തീർക്കുന്നത്, കൊന്നാലോട്ട് തീരുകയില്ല. കൂടുകൾ ഹിംസാപൂർവകമായി വാസനാക്ഷയം വരുത്താവുന്ന ശാസ്ത്രസമ്മതമല്ല. അത് ആ ഭാഷ്യമെഴുതിയ ആചാര്യനെ ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ. അദ്ദേഹം പണ്ഡിതനാണ്, കാര്യമൊക്കെ ശരിയാണ്, ഒരു നോട്ടപ്പശക് പറ്റിപ്പോയതാണ്. വാസനാക്ഷയം അഹിംസയിലൂടെ മാത്രമേ സംജാതമാവൂ. രജോ ഗുണമുള്ളവന് പറ്റിയ പണി 3-ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കർമ്മയോഗം. അവിടെ നിന്റെ കർമ്മം എന്താണെന്ന് അറിഞ്ഞ് പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ച് മറ്റുള്ളവയെ സഹായിക്കുമ്പോൾ നിന്നിലെ ഹിംസാലോലുപമായ കാമം ഇല്ലാതാവും. അങ്ങനെ കാമമാകുന്ന വൈരിയെ കൊന്നു കഴിയുമ്പോൾ, നിത്യവൈരിയായ നിന്റെ കാമത്തെ കൊന്നു കഴിയുമ്പോൾ നീ ഉത്തമനായിത്തീരും. ക്ലിയറായി? ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രു മഹാബാഹു കാമരൂപം ദുരാസതമെന്ന് ഗീതയിലെ തന്നെ പ്രമാണം. മനസ്സിലായി? ചോദിച്ചു, അടുത്ത സംശയം ചോദിച്ചു. അതുകൊണ്ടാ പറഞ്ഞേ, വ്യക്തിയെ തമോ ഗുണപ്രധാനൻ, രജോ ഗുണപ്രധാനൻ, സത്വഗുണപ്രധാനൻ എന്ന് 3ആയി തിരിച്ചാൽ ഗുണങ്ങളുടെ വിളയാട്ടങ്ങളെ മാറ്റുന്നതിന് അഹിംസയിൽ ഊന്നിയ കർമ്മങ്ങള് ആചാര്യന്മാർ ശ്രുതിയിലും സ്മൃതിയിലും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഹിംസയിലൂടെ ഗുണങ്ങൾ മാറുമെന്ന് ഒരു ശാസ്ത്രവും സമ്മതിച്ചിട്ടില്ല. മാ ഹിംസ്യ സർവഭൂതാനി എന്ന് വേദം ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. വേദത്തെ നിഷേധിച്ചിട്ട് ഒരുവന്റെ ഗുണം മാറി നേരെയാവും എന്ന് പറഞ്ഞാൽ അവൻ വേദനിഷേധിയാണ്, വൈദികർക്ക് സമ്മതനല്ല. പരദ്രോഹ ചിന്തയില്ലാതെ ഹിംസയോ അതെങ്ങനെയൊന്ന് നിർവഹിക്കുക? അല്ല, അതെങ്ങനെയൊന്ന് നിർവചിക്കുക? എനിക്കൊന്ന് പറഞ്ഞു തന്നാ മതി. പരദ്രോഹ ചിന്തയില്ലാതെ ഹിംസ. നിങ്ങൾക്ക് ആഹാരമില്ല, സിംഹത്തിന് ആഹാരമില്ല, അതിന്റെ ആഹാരം മാംസാഹാരമാണ്. അത് നേരെ പോയി ഒരു ആടിനെ പിടിച്ച് തിന്നുന്നു, അത് മനസ്സിലാക്കാം. അവിടെ പരദ്രോഹ ചിന്തയൊന്നുമില്ല, ആഹാരത്തിനാണ്. അർജുനൻ ദുര്യോധനെ കൊന്നത് സ്വയം തിന്ന് വശപ്പടക്കാനാണെന്ന് പറഞ്ഞാൽ സമ്മതമല്ല, സമ്മതമല്ല. പരദ്രോഹം കൂടാതെ യുദ്ധക്കളത്തില് ദുര്യോധനനെയും ദുശാസനെയും ഭീഷ്മനെയും ഒക്കെ കൊന്നു. ഏത് ശാസ്ത്രത്തിനനുസരിച്ച്? അർജുനന് വിശക്കുന്നു, അർജുനൻ ആഹാരം കഴിക്കേണ്ടത് നരമാംസം മാത്രമാണ്. അർജുനൻ മനുഷ്യനല്ല, നരഭോജിയായ ഒരു കടുവയാണ്.
തിന്നട്ടെ, നമുക്ക് സമ്മതം. പരദ്രോഹം ഇല്ല. യുദ്ധം ചെയ്യാൻ വരുന്നവരോട് യുദ്ധമല്ല വേണ്ടത്. അതിന് വേണ്ടുന്നതായ സമാധാനിപ്പിക്കലുണ്ടെങ്കിൽ അവൻ യുദ്ധത്തിൽ നിന്ന് മടങ്ങും. ഒരിക്കലും ഒരു പക്ഷം മാത്രമായി ആരോടും യുദ്ധം ചെയ്യുകയില്ല. ലോകത്തിൽ ഒരിക്കലും നിഷ്കളങ്കനെയും നിരപരാധിയെയും കൊന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിരപരാധവും നിഷ്കളങ്കതയും മാന്യമായ ഭാവങ്ങളാവില്ല. ഇവിടെയൊക്കെ പ്രശ്നം വരുന്നത് വെച്ചാൽ, എന്നെ ആരെങ്കിലും ഒന്ന് തല്ലിയാൽ ഞാൻ നിഷ്കളങ്കനാണ് എന്ന് സ്ഥാപിക്കേണ്ടി വരുന്നിടത്താണ് അവൻ നിഷ്കളങ്കനായ എന്നെ തല്ലാമെന്ന് പറയുന്നത്. എന്നെ നാളെ തല്ലിയേക്കാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തന്നെ ചിലപ്പം ഒരു പരീക്ഷണാർത്ഥം 2 അടി തന്നേക്കാം. അത് ഞാൻ എന്നോ ചെയ്ത കളങ്കത്തിന്റെ പേരിലാണ്. അത് മാറും. ചരിത്രം അത് മാത്രമാണ്. ഞാൻ എന്നോ ചെയ്ത കളങ്കത്തിന് മാത്രമേ എനിക്ക് ഇനിയാണെങ്കിലും 2 തല്ല് കിട്ടൂ. എന്റെ കാര്യത്തിൽ പോലും സത്യമാണ്. എനിക്കതിന് ശാസ്ത്രം മാറ്റിപ്പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ പരീക്ഷണാർത്ഥം ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറയണം, എന്നാൽ ഏക്കിട്ട് 2 കൊടുത്തു നോക്കാം എന്ന് തീരുമാനിച്ചാൽ യാതൊരു സംശയവും വേണ്ട. അത് ഞാൻ എന്നോ ചെയ്തതിന് കിട്ടാനിരിക്കുന്നതാണ്, മേടിച്ചേ പറ്റൂ. അതെന്റെ നിഷ്കളങ്കതയ്ക്ക് കിട്ടിയ തല്ലല്ല. നിഷ്കളങ്കതയെ തല്ലാൻ ഒരിക്കലും ഒരാൾക്കും ആവില്ല. സത്യത്തെ പീഡിപ്പിക്കുവാൻ ലോകത്തിൽ ഒരു ജീവിക്കും ആവില്ല. സത്യം പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് സത്യമല്ല. ധർമ്മം പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് ധർമ്മമല്ല. ഏതെങ്കിലും പീഡനം എപ്പോഴെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തു വെച്ചതിന്റെ ഫലമാണ്. അത് ഓർമ്മിച്ച് മര്യാദയോടുകൂടി ഞാൻ ഇന്നത് ചെയ്തതാണ്, കൊള്ളാം, നന്നായി, സന്തോഷത്തോടെ സ്വീകരിക്കണം. അസ്സലാമു അലൈക്കും, അലൈക്കും അസ്സലാം, കുഴപ്പമില്ല. അതാണ് മര്യാദ. അതാണ് ഈ ശാസ്ത്രത്തിന്റെ പഠനം. വലിയ പാടല്ലേ? വലിയ പാടാണ്. അല്ലാതെ അർഹിക്കുന്ന ശിക്ഷകളാണ്, സംശയമൊന്നുമില്ല. നാളെ എന്നെ ഇട്ടാലും അതെ. ഇത്രയൊക്കെ കാണിച്ചു വെച്ചാൽ അത്രയൊക്കെ വേണ്ടേ? പിന്നെ 4 പാഠമായി മാറുക മാത്രല്ല, 4 റാസ്കൽസ് തമ്മിൽ അടിച്ച് തീർന്നാൽ മാത്രമല്ലേ നല്ലവന് ജീവിക്കാൻ പറ്റുള്ളൂ ഭൂമിയിൽ. എല്ലാ യുദ്ധങ്ങളും റാസ്കൽസ് തമ്മിലുള്ള അടിയാണ്. അവൻ തമ്മിലടിച്ച് തന്നെ വേണം തീരാൻ, എങ്കിലേ അപ്പുറത്ത് നിരപരാധികൾ രക്ഷപ്പെടുകയുള്ളൂ. ഇല്ല, ലോകത്തിൽ ഒരിക്കലും ഒരു യുദ്ധത്തിലും നിരപരാധി ഹോമിക്കപ്പെടുന്നില്ല. കാരണം യുദ്ധക്കളത്തിൽ എവിടെയാ നിരപരാധി ഇരിക്കുന്നത്? ഏത് ഏത് ചോദ്യം അടിസ്ഥാനത്തിലായി. അതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയായി പറയാം. അല്ല, അതിനും ചോദ്യം വളരെ അടിസ്ഥാനത്തിലായി. ജി ശങ്കരക്കുറുപ്പിന്റെ അന്തിമാല്യം എന്ന് പറഞ്ഞൊരു കവിത. ശങ്കരക്കുറുപ്പിന് അവസാനം വിചാരണ നേരിടേണ്ടി വന്ന ഒരു കവിത. ശങ്കരക്കുറുപ്പ് മരിച്ചിട്ടും ശങ്കരക്കുറുപ്പിനെ വിടാത്തൊരു കവിതയുണ്ട്, അന്തിമാല്യം. വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഗ്ലോറിയുടെ അന്തിമാല്യം. ഗ്ലോറി വെടിയേറ്റ് മരിക്കുന്നതാണ് ഇതിവൃത്തമെന്നാണ് എനിക്ക് തോന്നുന്നത്. പേര് പറഞ്ഞിട്ടില്ല. ഗ്ലോറിയെ ഓർമ്മയുണ്ടോ? ഇല്ല. മുദ്രാവാക്യമൊക്കെ ഓർമ്മയുണ്ടോ? അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സോദരരാണ് കട്ടായം. ഓർക്കുന്നില്ല? അപ്പോ ആ ഗർഭിണി വെടിയേറ്റ് മരിക്കുകയാണ്. ശങ്കരക്കുറുപ്പ് ഗർഭിണിയെ കണ്ടില്ല. ശങ്കരക്കുറുപ്പ് വെടിവെച്ച പട്ടാളക്കാരനെയും കണ്ടില്ല. ശങ്കരക്കുറുപ്പ് മനുഷ്യ മനസാക്ഷിക്ക് മുമ്പിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. ആ ഗർഭസ്ഥ ശിശു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നില്ല. ഇങ്ങനെ തന്നെ എഴുതിയില്ല. ആരോടും പ്രതികാരം ചെയ്തില്ല. കൊടികെട്ടാൻ നടന്നില്ല. എന്തിനായിക്കൊണ്ട കുഞ്ഞ്? പൂജാതനുമായില്ല.
എന്തിനു കൊല്ലപ്പെട്ടു? അതിനുത്തരമാണല്ലോ നമുക്ക് എളുപ്പം. ഇത് ജനിച്ചു കഴിഞ്ഞ സാധനമാണ്, ഇത് ജനിച്ചു പോലുമില്ല. അപ്പൊ അതിന് വേദാന്ത ശാസ്ത്രം വളരെ ഇതായിട്ട് പറയുന്നത്, ഒരു വ്യക്തിയെ നിങ്ങൾ കാണേണ്ടത് അയാൾ ജനിച്ചിടം മുതൽ മരിക്കുന്നിടം വരെ മാത്രമല്ല. നമ്മൾ തുടക്കം പോലെ പറഞ്ഞ ഇപ്പൊ ഇതിനു വേണ്ടി ഉണ്ടാക്കി പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ പരിചയപ്പെട്ട ഒരു പർട്ടിക്കുലർ ദശാകാലത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ളൊരു വ്യക്തി നല്ലവനായിരിക്കാം. നിങ്ങളുടെ പരിചയസീമയ്ക്ക് പുറത്തേക്ക് എന്തെല്ലാം ജീവിതങ്ങളും വ്യക്തിത്വങ്ങളുമുണ്ട്. അവിടെ വരുന്ന കളങ്കമായിരിക്കാം മറ്റൊരു രൂപത്തിൽ പലിശയും കൂട്ടുപലിശയും ചേർന്ന്, ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വട്ടിയും വട്ടിക്ക് വട്ടിയും ചേർന്ന്. വട്ടിന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പലിശയ്ക്ക് പലിശ. ഞങ്ങൾ ഈ വട്ടിപ്പണക്കാർ ചോദിക്കുന്നത് വട്ടിക്ക് വെട്ടി എടുത്താച്ചെന്നാണ് ചോദിക്കുക. പലിശയ്ക്ക് പലിശ മേടിച്ചോ, ബ്ലേഡ്. അപ്പൊ ഈ വട്ടിക്ക് വട്ടിയും ചേർത്ത് ചിലപ്പോൾ കിട്ടുമ്പോൾ ലോകം ഇതറിയാതെ ഞെട്ടിത്തിരിച്ചിരിക്കും. നിഷ്കളങ്കനായ സ്വാമി, എത്ര നല്ലവൻ. ഇതുപോലെ പൂർവജന്മങ്ങളുടെ നിങ്ങൾ കർമ്മമാണ് കണക്കാക്കുന്നതെങ്കിൽ